മോളും ഒരുമിച്ചാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ സ്ഥലത്താണ്. ആ കേറി. അമ്മ എവിടെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇവിടെ ഫുൾ മയിലാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അയോധ്യയിലാണ്. അയോധ്യയിൽ സെക്കൻഡ് ഡേ. അപ്പം ഇവിടുന്ന് ചില ഡൽഹിയിലോട്ട് പോവാണ്. അപ്പം അതിനു മുന്നേ നമ്മൾ ഇവിടെ കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്. സ്ഥലത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇന്നലെ മിസ്സായി പോയൊരു സ്ഥലമാണ്. എന്തോ ലവകുശ് മന്ദിർ, വാൽമീകിന്റെ എന്തോ സംഭവം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെ ഗുരുകുലങ്ങളാണെന്നാ പറയുന്നത്. ലവകുശ് മന്ദിരാണ്. പണ്ട് വാൽമീകി മഹർഷി ഇവിടെ ഇരുന്നാണ് രാമായണം എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു തന്നതാണ്. ഞങ്ങൾ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ. ഫ്രണ്ട്സ്, ഇവിടെ നേർച്ച കൊടുക്കുന്നത് രാമായണമാണെന്നാണ് പറയപ്പെടുന്നത്, ബുക്സുകൾ. അപ്പോൾ ഈ കിടക്കുന്നതെല്ലാം രാമായണ ബുക്കുകളാണ്. ഇവിടെ കിട്ടിയ ആൾക്കാർ കൊണ്ടൊന്ന് വെച്ച് സമർപ്പിച്ച ബുക്കുകൾ. അപ്പോൾ അതാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ നിറച്ചത് ശ്രീരാമൻ്റെ 2 മക്കളാണ്, ലവനും കുശനും. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് 2 കുട്ടികൾ. പിന്നെ നടുക്ക് നിൽക്കുന്നത് ഗുരു വാൽമീകി മഹർഷി. മരുമകളെ കണ്ടോ? മൊത്തം രാമായണം എഴുതിയേക്കുന്നത്. ഇവിടെ മൊത്തം ചുറ്റുമുണ്ട്, എല്ലായിടത്തും വിത്തിമന്ത രാമായണം എഴുതി വെച്ചേക്കുന്നത്. ഇത് പക്ഷേ ഇതാണ് പ്രിന്റഡ് ആണ്, മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്. ഇവിടുത്തെ അമ്പലങ്ങളെ എല്ലാ സംഭവങ്ങളും ഒരു കൊട്ടാര രൂപത്തിലാണ്. ഇന്നലെ നമ്മൾ പോയ അവിടെ ഒരു കൊട്ടാരം പോലെയാണ് ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ നേർച്ച ഇല്ലേ, ഇതാണ് തുണികളിൽ കെട്ടിയിട്ടും ചാക്കിലായിട്ടും ഓരോരുത്തരി എഴുതിയിട്ടുണ്ടോ? ശരി, അതങ്ങനെ കൊടുക്കുന്നുണ്ട്. എനിക്ക് അതായത് നമ്മൾ ഇത്രയും രാം എഴുതി കൊടുക്കാന്നുള്ളത് അതുപോലെ വെക്കണ്ടോ? ഇപ്പൊ അടുത്തായിട്ട് ബന്ധപ്പെട്ട എന്തായാലും, കാരണം അത് വാൽമീകി മഹർഷീൻ്റെ അല്ലേ. അപ്പം ഗുരുകുലം കൂടിയാണല്ലോ. യൂട്യൂബ് നമുക്ക് അയോധ്യ എന്നൊരു സബ്സ്ക്രൈബർ കിട്ടുമോ നോക്കാം നമുക്ക്. മലയാളം കേരള സർ. ഫ്രണ്ട്സ്, ഇപ്പൊ കയറിയ നേരെ ഓപ്പോസിറ്റുള്ള മന്ദിരാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് അയോധ്യ വിടുകയാണ്. അയോധ്യ വിടുകയാണ്. റൂമിൽ നിന്ന് ബാഗൊക്കെ എടുത്തു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പോവാൻ ഇറങ്ങി. ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. ഈ ക്ലാസ്സിലാണ് നമുക്ക് ചായ തരിക. എന്നിട്ട് ഈ ഗ്ലാസ് അവർ പൊട്ടിച്ച് കളയില്ലേ? അത് ഡിസ്പോസിബിൾ ആണ്, പക്ഷെ മണ്ണിന്റെയാണ്. ഇതുവരെ വേറൊരാൾക്ക് കൊടുക്കൂല. ഒരാൾക്ക് കൂടെ ഡിക്കിയിൽ കിടക്കും.
മോളും ഒരുമിച്ചാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ സ്ഥലത്താണ്. ആ കേറി. അമ്മ എവിടെ ഉണ്ടോ? ഒരു ഹായ് പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. ആ ദിയമോളെ കുഞ്ഞാവൊക്കെ ഇവിടെ റേറ്റിയാക്കിയിട്ടുണ്ടല്ലോ. സ്ഥലമാണ്, പക്ഷെ ഞങ്ങൾ സ്നാക്സ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇവിടെ ഒന്നുണ്ട്, അതേ ഉള്ളൂ. പിന്നെ നല്ല രസമുണ്ട് ഈ ബസ്. നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ട്രെയിനിന്റെ മാതിരിയല്ല, മുകളിലും വിൻഡോ സീറ്റ് ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഈ ബസ്സിൽ കയറുന്നത്. നല്ല രസമുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഈ സോസ് ഉള്ളൊരു ലൈസ് ആണ്, നല്ല രസമുണ്ട്. ഇത് തിന്നുണ്ടോ? അതിന് തിന്നിട്ട് പറയും. Guys, this bus cheated us. ഇതിൽ ബാത്റൂം ഇല്ല. ഞാൻ ബസ്സിൽ ബാത്റൂം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങളൊരു ബേക്കറിയിലാണ് തുടങ്ങിയ ബസ്സിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി അട്ട കിടക്കുന്നത്. പപ്പയും ദേവു ചേച്ചിയും കൂടെ കിടന്നു, അമ്മയും ദിയമോളും കിടന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. എത്ര സമയം അറിയില്ല കേട്ടോ. ഞാൻ കുറച്ചു നേരമായി എണീറ്റിട്ട്. ഇവിടെ ഒരു തണുപ്പുണ്ട് അല്ലേ? നമ്മളവിടെ നിന്നോണ്ട് ചിലപ്പോൾ പുറത്ത് ചൂടായിരിക്കും. നമ്മള് യുപിയിലുണ്ടായപ്പോ അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. കോടമഞ്ഞൊക്കെ കിട്ടോ. ദിവസങ്ങളായി നമ്മൾ ഈ കോടമഞ്ഞൊക്കെ കണ്ടിട്ട്. ബാഗിന്റെ ഒക്കെ കോലം മാറി, ആകെ ചെളിയായി. ഫ്രണ്ട്സ്, ഈ ഡോഗിനെ കണ്ടുപിടിച്ച 20,000 രൂപ കിട്ടുമെന്നാണ് തോന്നുന്നത് എഴുതി വെച്ചേക്കണത്. ലാബ് കുത്ത, ലാബ് ഡോഗ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുന്നു, വീട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ ഫുൾ മയിലാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. ശോഭമ്മേന്റെ അഞ്ചിന്റെ വീടാണ്. അപ്പാർട്ട്മെന്റ് പോലീസ് ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. പോലീസ് കോളനി. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഫ്രഷായി തല നനച്ചു കേട്ടോ. ഞാൻ മുടി ഉണങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡലിയും സാമ്പാറും ചട്നിയായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ. ഈ വിശപ്പിൽ വേഗം കഴിച്ചു ഫ്രണ്ട്സ്. എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഞാൻ വേഗം കഴിച്ചു. 3 ഇഡലി കഴിച്ചത് ഗൈസ്. ഞാൻ 3ഒക്കെ കഴിക്കണ അപൂർവമാണ്. എനിക്ക് ഇഡലി ഇഷ്ടമല്ലാത്ത സംഭവമാണ്, പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ശോഭന അമ്മമ്മേനെ കണ്ടിട്ടില്ലല്ലോ. അമ്മമ്മേൻ്റെ 4ാമത്തെ അനിയത്തി അറിയില്ലോ. ഞാൻ കാണിച്ചു തരാം. ശോഭനാന്റിന്റെ വീട്ടിലാട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. ഇപ്പൊ ഇവിടെ കറികളും തോരനൊക്കെ വെക്കണ തിരക്കിലാണ് എല്ലാവരും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാലം ആയിട്ടുള്ളൂ, പക്ഷെ കൊറേ ആയ വരില്ലേ. നമ്മള് വെളുപ്പിന് വന്നില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവും. ഇന്ന് അതിന് നമ്മൾ ലോങ് ഒന്നും പോണില്ല, ഇവിടെ അടുത്ത് തന്നെ പോണുള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളുടെ വീഡിയോ നെക്സ്റ്റ് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു. നമ്മളിപ്പോ ഇന്ത്യന്റെ ക്യാപിറ്റലിലാണല്ലോ ഉള്ളത്. നമ്മുടെ കൺട്രീന്റെ ക്യാപിറ്റലിലാണ് ഗൈസ് ഞങ്ങളിപ്പോ ഉള്ളത്.
നമ്മൾ രണ്ടാമത്തെ തൊട്ടാട്ടോ ഇവിടെ വരുന്നത്. കാശ്മീർ പോണ വഴി നമ്മളിവിടെ ഒരു ദിവസം വന്നു. പക്ഷെ ഒറ്റ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2-3 ദിവസം നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി വൈകുന്നേരം കാശ്മീർക്ക് പോകാനുള്ളതിന്റെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്കണം മൊത്തം മറക്കരുത്. അപ്പോൾ പുതിയൊരു വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ഡ്രസ്സ് തന്നെയാണ്.